ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണം എന്നുള്ളത്. ഒരു സാരിയിൽ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം, പക്ഷേ ഇപ്പോൾ സാരി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഈ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇഹാ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്നാണ്. സോ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. സോ നമുക്ക് എങ്ങനെയാണ് ഞാൻ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഒട്ടുമിക്ക നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് അതിൽ ഇല്ലാത്ത 2 പ്രൊഡക്റ്റുകളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതെന്ന് പറയുന്നത് ഒന്ന് എൻവൈബയുടെ സ്റ്റോപ്പ് ക്രീമും അതുപോലെ തന്നെ എൻവൈബയുടെ തന്നെ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. ഈ 2 പ്രൊഡക്റ്റുകളാണ് ഈ ഒരു നമ്മുടെ മൊത്തം മേക്കപ്പ് ലുക്കിനെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ ഒരു മാറ്റ് ഫിനിഷ് ലുക്ക് തരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയി മേക്കപ്പ് തരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന 2 കാര്യങ്ങൾ. മുന്നായിട്ട് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കെട്ടി വെക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സിനെ പറ്റിയിട്ട് പറയാം. ഇത് ഞാൻ ഇഹാ ഡിസൈൻസ് എന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇപ്പോൾ മെറ്റീരിയൽ ആയിരുന്നു, ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് വാഷ് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് ഫസ്റ്റ് വാഷിന് ശേഷമാണ് കേട്ടോ ഇടുന്നത്. ഇപ്പോൾ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സെയിം പ്രൊഡക്റ്റ് തന്നെ വാങ്ങിയിട്ട് അവർക്ക് എന്താ പറയുക മോശം ക്വാളിറ്റി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് വാഷാണ്, ഞാൻ പറഞ്ഞു ഫസ്റ്റ് വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇടുന്നത്. എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഷാമ്പു വാഷാണ് ചെയ്തത്. ജസ്റ്റ് കുറച്ച് നേരം ഷാമ്പൂവിൽ ഇട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ എൻ്റെ കൈകൊണ്ട് മാത്രം ഒന്ന് വാഷ് ചെയ്തിട്ടാണ് ഞാനിത് വാഷ് ചെയ്യുന്നത്. സോ അങ്ങനെ ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി കളർ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതല്ലാതെ എനിക്ക് ഈ ഒരു വർക്കിനൊന്നും ഇതുവരെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഒരു വാഷ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു റിവ്യൂ, വേണമെങ്കിൽ ആഫ്റ്റർ വാഷ് എന്ന് പറയാനുള്ളത് കേട്ടോ. കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് ഈ വർക്കിലൊന്നും. അതിൻ്റെ ഈ ഒരു ഷെയ്ഡെല്ലാം ഇളകി പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ള വാഷിൽ അത് എന്താവും എന്ന് എനിക്കറിയില്ല. എന്തായാലും ആസ് ഓഫ് നൗ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്ക്. ഇതിൻ്റെ അപ്പോൾ എങ്ങനെയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി കമ്മിങ് വാഷ് എന്ത് വരും എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിനെ പറ്റിയിട്ട്. എന്തായാലും എനിക്ക് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്, ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലിപ് ബാമാണ്. ഇത് വരുന്നത് ഡോട്ട് ആൻഡ് കീൻ്റെ ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ലിപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഫസ്റ്റ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലാസ്റ്റ് ആണല്ലോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന ആ സമയമാകുമ്പോഴത്തേനും നമ്മുടെ ലിപ്പ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിക്കോളും. ഈ ഒരു ലിപ് ബാം ശരിക്കും നമ്മുടെ പണ്ട് ഞാൻ 1ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ബൂമർ എന്ന് പറഞ്ഞിട്ടൊരു ചൂയിങ് ഉണ്ടല്ലോ, ആ സെയിം ടേസ്റ്റാണ്, ടേസ്റ്റല്ല സ്മെല്ലാണ്. നമ്മൾ ആ ഒരു സ്കൂളിലൊക്കെ പോയ ആ ഒരു ഫീല് തോന്നുക കേട്ടോ. നല്ലതാണ്. പിന്നെ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലൈറ്റ് റോസ് കളർ നമ്മുടെ ലിപ്പിന് വരും കേട്ടോ. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സിറം അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇത് നമ്മളുടെ ഒരു ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കിൻ കെയറിൽ പെടുത്തേണ്ട ഒരു കാര്യമാണ് ഒരു സിറം അപ്ലൈ ചെയ്യാന്നുള്ളത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഗാർണിയറിൻ്റെ വിറ്റമിൻ സി സിറാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ ബോട്ടിലാണ്. ഇപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. നല്ലതാണ്, നമുക്ക് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ തന്നെ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെ ഒരു സിറം യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഗാർണിയറിൻ്റെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഇത് നമ്മൾ നൈറ്റിലും അതുപോലെ തന്നെ കുളി കഴിഞ്ഞ് രാവിലെയും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. സോ ഇനി ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് എൻവൈബയുടെ സ്റ്റോപ്പ് ക്രീമാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഫേസിൽ ഡോട്ടായിട്ട് ഇട്ടതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒരു ബേസായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് എന്നൊക്കെ പറയുന്ന പോലെ യൂസ് ചെയ്യുന്നതാണ്. ഒരു തിൻ ലെയർ ആയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മളിത് മിക്സ് ചെയ്തിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ജസ്റ്റ് ഒരു തിൻ ലെയർ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
സ്ട്രോപ്പ് ക്രീം ഞാൻ പറയട്ടെ, ഞാൻ യൂസ് ചെയ്തതിൽ ഒരു വാവ് എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയത് സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. നമ്മൾ ഏത് മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും സ്ട്രോപ്പ് ക്രീമും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് അതിനാ ഒരു ഭംഗി ഫേസിന് നമുക്ക് ഫീൽ ചെയ്യുക. ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ സ്ട്രോപ്പ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണും ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ഫേസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ യൂസ് ചെയ്യുന്നത് മാമാ എർത്തിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഉത്തൻ ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ ഒരു സ്ട്രോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്, എന്നിട്ട് സ്ട്രോപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ ഈ ഒരു സ്ട്രോപ്പ് ക്രീമിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രീതിയിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു മേക്കപ്പ് ചെയ്തൊരു ഫീല് നമുക്ക് തോന്നും. അതുപോലെ തന്നെ നല്ല പാർട്ടി മേക്കപ്പ് ആയിട്ടൊക്കെ നമുക്ക് ഈ 2 പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമ്മുടെ ബേസ് മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ മിസ് ക്ലെയറിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഐബ്രോസ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കട്ടെ. ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്താൽ തന്നെ നമ്മുടെ മേക്കപ്പ് ഒരു ഭംഗിയാവും കേട്ടോ. ഒരു ഫിനിഷിങ് കിട്ടിയ പോലെ നമ്മുടെ ഫേസിന് തന്നെ ഒരു കംപ്ലീറ്റ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഐബ്രോസ് ഇപ്പോൾ ഞാൻ കുറച്ചായിട്ടോ ഒന്ന് ത്രെഡ് ചെയ്തിട്ട്, അപ്പോൾ കുറ്റിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയായിട്ട് കറക്റ്റ് ആക്കാൻ പറ്റുന്നില്ല കേട്ടോ. സോ ഇനി ഞാൻ കണ്ണെഴുതി കൊടുക്കുകയാണ്. അതിന് മുന്നേ ആയിട്ട് കുറച്ച് ഐഷാഡോ ഇട്ട് കൊടുക്കട്ടെ. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാൻ, ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. സോ അപ്പോൾ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് ലാക്മിയുടെ ഈ ഒരു ഐലൈനർ വെച്ചിട്ട് ഞാൻ കണ്ണെഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 കണ്ണും എഴുതിയിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ലാക്മിയുടെ തന്നെ ഈ ഒരു കാജലുണ്ടല്ലോ, അത് വെച്ചിട്ട് താഴെ എൻ്റെ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമ്മുടെ കണ്ണിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഐസ് നന്നായിട്ട് എഴുതുമ്പോഴാണ് മൊത്തത്തിൽ ആ ഒരു ലുക്കിന് ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ താഴെയും കൂടെ എഴുതി കൊടുക്കട്ടെ കേട്ടോ. ഞാൻ അധികം അങ്ങനെ പൗഡർ ഇടാറില്ല. ഇനിയിപ്പോൾ ഇടുകയാണെങ്കിൽ തന്നെ കുറച്ചിട്ടതിന് ശേഷം ഒന്നിങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക ചെയ്യാറ്. പക്ഷേ ഇങ്ങനെയാണ് ഞാൻ കൂടുതലും ചെയ്യുക കേട്ടോ. ഫസ്റ്റായിട്ട് നമുക്ക് ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഷെയ്ഡ് വന്നിട്ട് ഗേൾ പവർ ആണ്, 10 ഗേൾ പവർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുത്തു. ഒരു ഓറഞ്ചിഷ് കളറാണ് കേട്ടോ, ലൈറ്റ് ഓറഞ്ചിഷ് കളറാണ്. നല്ല ഒരു ബ്ലാക്ക് ഡ്രസ്സ് അതുപോലെ തന്നെ വൈറ്റ് ഡ്രസ്സിലേക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്. സോ നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം കാണിച്ചു തന്നതിൽ രണ്ടാമത്തെ പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് NYBയുടെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. ഇത് ഏകദേശം പ്രൈസ് വരുന്നത് ഇതിൽ 375 ആണ് പറയുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് എപ്പോഴും ഇത് പർപ്പിളിൽ 200 അല്ലെങ്കിൽ 195 ആ ഒരു എമൗണ്ടിൽ വരാറുണ്ട്. ഞാൻ വാങ്ങിയ സമയത്ത് ഇതിന് 195 ആ ഒരു റേഞ്ചിലായിരുന്നു കേട്ടോ. സോ അപ്പോൾ ഇത്ര മാത്രമേ ഞാൻ ഈ ഒരു മേക്കപ്പിൽ ചെയ്തിട്ടുള്ളൂ. ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ 2 പ്രൊഡക്റ്റുകൾ മാത്രമാണ് കേട്ടോ. സ്ട്രോപ്പ് ക്രീമും അതുപോലെ തന്നെ സെറ്റിംഗ് സ്പ്രേയും. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ലൊരു പാർട്ടി മേക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. ഈ 2 പ്രൊഡക്റ്റിനും 200ൻ്റെ ഉള്ളിലേ നമുക്ക് വരുന്നുള്ളൂ. അഫോർഡബിൾ ആണ്. നമുക്ക് നല്ലൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഇത് ഹൈലി റെക്കമെൻഡ് ചെയ്യും ഞാൻ. കാരണം അതിൻ്റെ പ്രൈസ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. സോ അപ്പോൾ നിങ്ങളും നല്ലൊരു പാർട്ടി മേക്കപ്പ് ആൻഡ് അഫോർഡബിൾ റേഞ്ചിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇത്രയും പ്രൊഡക്റ്റുകൾ മാത്രം മതി കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാം. ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് കാണാൻ
കാണാൻ താല്പര്യമുള്ള വീഡിയോസ് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.